മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ സുവർണകാലത്ത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന പ്രതിഭയുടെ മാന്ത്രികത വെളിവാക്കുന്നതായിരുന്നു ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. പാട്ടെഴുത്തിൽ 87 സിനിമകൾ പിന്നിട്ടിട്ടും തന്നെ സഹകരിപ്പിക്കാതിരുന്ന സംവിധായകൻ കമലിന്റെ ക്ഷണം ലഭിച്ചപ്പോൾ "കുഞ്ഞാക്കാ, നിങ്ങൾ കളിയാക്കുവാണോ" എന്നായിരുന്നു ഗിരീഷിന്റെ ആദ്യ പ്രതികരണം. ചെന്നൈയിലെ കമ്പോസിംഗ് റൂമിലെത്തിയ ഗിരീഷ് തന്റെ ബാഗിൽ നിന്നും കുറച്ചു പേനകൾ പുറത്തെടുത്ത് കമലിന് നേരെ നീട്ടി. "ഇതിൽ ഏത് വേണം" എന്ന ഗിരീഷിന്റെ തമാശ കലർന്ന ചോദ്യം കമലിനെ അതിശയിപ്പിച്ചു. ഒടുവിൽ കമൽ തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക പേനയിലാണ് പിൽക്കാലത്ത് മലയാളികൾ നെഞ്ചിലേറ്റിയ വരികൾ കുറിക്കപ്പെട്ടത്. ജോൺസൺ മാഷിന്റെ ട്യൂണിന് വരികൾ എഴുതാനിരുന്ന ഗിരീഷ് കുറച്ചു സമയത്തിന് ശേഷം നിരാശനായി ചില കടലാസുകൾ ചുരുട്ടിയെറിഞ്ഞു. "തുടക്കം ശരിയാവുന്നില്ല" എന്ന് പറഞ്ഞ് ഗിരീഷ് ഉപേക്ഷിച്ച ആ കടലാസുകളിലൊന്ന് നിവർത്തി വായിച്ച കമൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിൽ എഴുതിയിരുന്നത് ഇന്നും മലയാളികളുടെ പ്രഭാതങ്ങളെ ധന്യമാക്കുന്ന ഈ വരികളായിരുന്നു. "ദേവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു, സ്നേഹഗോകുലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു." ഈ മനോഹര വരികൾ കൊള്ളില്ലെന്നു കരുതി മാറ്റിവെച്ച ഗിരീഷിന്റെ വിനയവും പ്രതിഭയും കമലിനെ വിസ്മയിപ്പിച്ചു. ബേഗഡ രാഗത്തിൽ ജോൺസൺ മാഷ് ഈ വരികൾക്ക് ഈണം നൽകിയപ്പോൾ പിറന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ടൈറ്റിൽ ഗാനമാണ്. നിളയുടെ സൗന്ദര്യവും ഗ്രാമീണ നന്മയും തുളുമ്പുന്ന ആ തൂലികയോട് ഇത്രകാലം പുലർത്തിയ നിസ്സംഗതയിൽ കമൽ പിന്നീട് പലപ്പോഴും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാതിവഴിയിൽ പാടി നിർത്തി കവി യാത്രയായെങ്കിലും അദ്ദേഹം ബാക്കിവെച്ച കാവ്യകൽപ്പനകൾ ഇന്നും മരണമില്ലാതെ തുടരുന്നു.